ഇന്നലെ തൊട്ടേ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം മഞ്ഞപ്പടയും അതുപോലെ മാനേജ്മെന്റുമായിട്ടുള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞു ഇന്നലെ. അപ്പം ഇന്നലെ അതൊക്കെ വലിയ വാർത്തയായതാണ്. അപ്പം എന്താണ് അതിനുശേഷം സംഭവിച്ചിട്ടുണ്ടാകുക, ഇനി പ്രൊട്ടസ്റ്റ് അവസാനിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഇന്നൊരു മാച്ച് ഡേ കൂടിയാണ്. അപ്പം എന്തായിരിക്കും മഞ്ഞപ്പടയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്റ്റാൻഡ് എന്നൊക്കെയുള്ളത് പലരും അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, നിലവിൽ ഇപ്പം ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെയാണ് അവർ മത്സരം കാണാനായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ ഒരുപാട് ന്യൂസ് മീഡിയാസ്, മെയിൻ സ്ട്രീം ന്യൂസ് മീഡിയാസ് ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതായത് പ്രൊട്ടസ്റ്റുകൾ അവസാനിക്കാൻ പോകുന്നു, മഞ്ഞപ്പടയുടെ ഡിമാൻഡ് മാനേജ്മെന്റ് അംഗീകരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള തരത്തിൽ. പക്ഷേ ഞാൻ മഞ്ഞപ്പടയുടെ സൈഡിൽ നിന്നുള്ളൊരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലുമൊക്കെ വന്നതിന് ശേഷം നിങ്ങളുമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. അത് ഇന്നാണ് വന്നിട്ടുള്ളത്. സോ അതിനകത്ത് പറയുന്നൊരു കാര്യങ്ങൾ പ്രൊട്ടസ്റ്റ് തുടരുക തന്നെ ചെയ്യും എന്നുള്ളൊരു സാഹചര്യത്തിലാണോ? സോ ഞാൻ മഞ്ഞപ്പടയുടെ സൈഡിൽ നിന്നുള്ളൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റും കൂടി വന്നിട്ടൊരു വീഡിയോ ആയിട്ടൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. സോ ഞാൻ ഇന്നലെ തന്നെയൊക്കെ അറിഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ ഈ സൈനിങ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അംഗീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇനിയും ഒരു ഫോറിനർ വന്നേക്കാം, ഗോൾ കീപ്പർ അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഇന്ത്യൻ ഡൊമസ്റ്റിക് സൈനിങ്സ് ഒക്കെ നടന്നേക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. സോ എങ്കിലും മഞ്ഞപ്പടയുടെ ഒരു സ്റ്റാൻഡ് ഇപ്പം അവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പ്രൊട്ടസ്റ്റ് പരിപാടികൾ ഒക്കെ തുടരും എന്നുള്ള തരത്തിൽ തന്നെയാണ്. പിന്നെ ഓൾസോ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യമാണ് ഇപ്പം ഡിമാൻഡ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്റ്റേഡിയത്തിൽ ഇരുന്ന് ചാൻറ്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ളത്. അതൊരിക്കലും പ്ലേയേഴ്സിനെതിരെയോ അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫിനെതിരെയോ ഒന്നും അല്ല, ഫാൻസിന്റെ ഡിമാൻഡാണ്. അത് മാനേജ്മെന്റിനോട് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം പലരും കഴിഞ്ഞൊക്കെ മത്സരത്തിന് ശേഷം പറയുന്ന കാര്യമാണല്ലോ, പ്ലേയേഴ്സ് ഡൗൺ ആയി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് പറഞ്ഞല്ലോ, ഈ ലോകമെമ്പാടും ഇങ്ങനത്തെ മാനേജ്മെന്റ് സൈഡിനെതിരെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പ്ലേയേഴ്സ് ഡൗൺ ആകേണ്ട ആവശ്യമില്ല. അവര് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരിക്കലും പ്ലേയേഴ്സിനെതിരെ അല്ല ഇത് സംസാരിക്കുന്നത്, ഫാൻസ് ഡിമാൻഡിങ് ആവുന്നത് മാത്രമാണ്. സോ നിങ്ങൾ ഇനിയും ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് പ്രതിഷേധം? മാനേജ്മെന്റ് ഇതൊക്കെ പറഞ്ഞ് ഇതെല്ലാം സെറ്റാക്കി തരാമെന്നുള്ളൊരു ഡീലിലേക്ക് എത്തിയില്ലേ? ഇനി പ്രതിഷേധമൊക്കെ അവസാനിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? പഴയപോലെ ചാൻഡിങ്ങും സപ്പോർട്ടിങ്ങും അല്ലെങ്കിൽ മഞ്ഞപ്പട സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പോൾ നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ടിക്കൽ സെയിലൊക്കെ അടക്കമൊക്കെ ചെയ്ത് വീണ്ടും കൂടുതൽ ആരാധകരേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയല്ലേ എന്നുള്ളത്. സോ ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വേർഡ്സ് എന്ന് പറയുന്നത് എല്ലാ കാലവും നൽകിക്കൊണ്ടിരിക്കുക, അതായത് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മളുടെ ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അപ്പം അതുവരെ ഈ ഒരു പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഡിമാൻഡ്സ് അത് ആവശ്യപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ഞാൻ ചെറിയ ചില എക്സാമ്പിൾസ് പറയാം. നേരത്തെ പറഞ്ഞിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ ഇപ്പോഴും അത് നടത്താത്ത ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ളത്. ഇപ്പം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നിഖിലിൻ്റെ സൈഡിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ റെസിഡൻഷ്യൽ അക്കാഡമി വരുന്നു, 2 പ്ലേയിങ് ഗ്രൗണ്ട് ഒക്കെ അടക്കം ഉണ്ടാകുമെന്നുള്ള. അപ്പം അത് പറഞ്ഞിട്ട് അത് വരേണ്ട സമയമൊക്കെ എപ്പോഴേ പറഞ്ഞു വെച്ച സമയമാണെങ്കിൽ എന്നേ അതിക്രമിച്ചു കഴിഞ്ഞു. സ്റ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നിട്ടില്ല, ഒരു ഇനിഷ്യൽ സ്റ്റെപ്പ് എടുത്ത് വെച്ചോ. ഇപ്പോൾ ഇന്നടുത്ത് ലാൻഡ് അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സോ അതുപോലെ തന്നെ ഇപ്പം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കറിയാം, ഒരു വലിയ എസ്സെ നിഖിലിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാഗ്ദാനങ്ങൾ പോലും ഫുൾഫിൽ ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെയാണ് വുമൻസ് ടീമുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. സോ അത് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഉടനെ റീസ്റ്റാർട്ട് ചെയ്യും. എത്രയോ മാസത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞിരുന്നു. ആ മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായി, എന്നിട്ടും അതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവില്ല എന്നുള്ളതാണ്. സോ അപ്പം പലരും ചിന്തിക്കുന്നുണ്ടാകും, നമുക്കിപ്പം പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാം അല്ലെങ്കിൽ സ്കോഡ് ഇത് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അതിലേക്ക് എടുത്ത് വെക്കുന്നില്ലേ, പിന്നെ എന്തിനാണ് ഇത് എന്നുള്ളത്. സോ ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഒരു സീനിയർ സ്കോഡിനെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു ക്ലബിനൊരു വിഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഇപ്പം അക്കാഡമി സെറ്റപ്പും അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ട്രെയിനിങ്ങിലുണ്ട്. ഇപ്പം ഇതൊക്കെ പല ടീമുകൾക്കും സ്വന്തമായിട്ടുണ്ട്. ഇപ്പം സ്വന്തമായിട്ട് സ്റ്റേഡിയംസ് ഇല്ല, പക്ഷേ ഈ ട്രെയിനിങ് സെറ്റപ്പും അക്കാഡമി സെറ്റപ്പും ഒക്കെ നല്ല രീതിയിൽ പല ക്ലബ്ബുകളും നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്നാണ്. അപ്പം വുമൻസ് ടീമിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പരിപാടി അല്ല, അത് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് വെച്ചിട്ട് തന്നെയാണ് ഇപ്പം ഒഡീഷ എഫ് സി ആണെങ്കിലും ഈസ്റ്റ് ബംഗാൾ ആണെങ്കിലും ഗോകുലം കേരളയൊക്കെ പോലത്തെ ടീമുകൾ രാജ്യത്ത് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് വുമൻസ് ടീം എന്ന് പറയുന്നൊരു സെറ്റപ്പിൽ അവർ കൊണ്ടുവന്നു. അപ്പം ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ കൂടി ഭാഗമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫാൻസ് ഉള്ള ക്ലബ്സ് അവർക്ക് വുമൻസ് ഫാൻസ് ഉണ്ട്. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പം നോക്കുന്ന ഒരു 25% മിനിമം വുമൻസ് ഫാൻസ് ഉണ്ട്. നിങ്ങൾ സ്റ്റേഡിയത്തിലൊക്കെ വന്ന് കാണുന്നവരാണെങ്കിൽ അറിയാം എത്രത്തോളം ഗേൾസാണ്, അതിൽ എസ്പെഷ്യലി ടീനേജേഴ്സാണ് കൂടുതലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അവരൊക്കെ ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹമുള്ളവരും അല്ലെ ഫ്യൂച്ചറിൽ ഈ ഒരു വുമൻസ് ടീമിലൊക്കെ കളിക്കാൻ ആഗ്രഹിക്കുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിന് വുമൻസ് ടീമിലൊക്കെ കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സെറ്റപ്പിലുണ്ടെങ്കിൽ
എന്താണെങ്കിലും നമ്മുടെ ഒരു വുമൻസ് ടീം അവിടെ വേണ്ടേ. പിന്നെ പലരും മറ്റ് ചോദിക്കാറുണ്ട്, മെൻസ് ടീം തന്നെ കൊണ്ടു നടക്കാൻ ക്യാഷ് ഇല്ല, അപ്പോഴാണ് വുമൻസ് ടീം. ഇത് ഒരു ഇന്ത്യൻ പ്ലെയർ മുടക്കുന്ന ഒരു എമൗണ്ട് പോലും വേണ്ടി വരില്ല, ഒരു പ്ലെയറിന് മുടക്കുന്ന എമൗണ്ട് പോലും വേണ്ടി വരത്തില്ല ഒരു വുമൻസ് ടീം റൺ ചെയ്യാൻ. അത് നമ്മൾ ഫസ്റ്റ് സീസണിലൊക്കെ അറിയാം, ആ ഒരു സെറ്റപ്പിൽ ഒരു കൊണ്ടുപോയാൽ മതി. ഞാൻ ഈ മേളിൽ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെ നമുക്ക് വിടാം. സോ ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നതാണ്, അക്കാഡമി ഡിമാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വുമൻസ് ടീം ഡിമാൻഡ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു എക്സ്ട്രാ ആയിട്ട് പറയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ സീനിയർ ടീമിൻ്റെ ഇത് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ഈ പറഞ്ഞ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അത് ഫുൾഫില്ല് ചെയ്യുന്നില്ല. അതായത് വേർഡ്സ് വന്നു, ആക്ഷൻ വന്നില്ല എന്നുള്ളൊരു ഫാക്ടറാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മഞ്ഞപ്പടയായിട്ടുള്ള മീറ്റിംഗ് നടത്തി അവർ ഇന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ചെയ്ത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്താണ് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്താം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് അത്രയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നത്. സോ ഇത്രയും നാൾ നമുക്ക് ആ ഡിമാൻഡിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പീറ്റർ കാക്കി കഴിഞ്ഞ ദിവസം മുംബൈ സിറ്റി FC കപ്പടിപ്പിച്ചിട്ടുള്ളൊരു പരിശീലകനാണ്. നിലവിലെ സാഹചര്യത്തിൽ അവരുടെ ഫാൻസ് ക്രാക്കി ഔട്ട് വിളിക്കാൻ തുടങ്ങി. ഇതേപോലെ തന്നെ മോഹൻ ബഗാൻ ഫാൻസും മറ്റു പല ഫാൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കണ്ടിട്ടുണ്ട്, അവരെ കപ്പടിപ്പിച്ച കോച്ചായിട്ട് പോലും അടുത്ത വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഔട്ട് വിളിക്കുന്നു എന്നുള്ള സാഹചര്യമൊക്കെ നമ്മൾ ഒന്ന് ആലോചിച്ചാൽ, നമ്മളൊരു ടോപ്പ് 6-ൽ ഒരു കോച്ചിനെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ ആ കോച്ച് നമ്മൾ 10 വർഷം എന്ത് മിസ്റ്റേക്സ് വരുത്തിയാലും നമ്മൾ അതിനെ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഡിമാൻഡിങ് അല്ല, നമുക്ക് അതുകൊണ്ട് തന്നെയാണ് മറ്റ് എല്ലാ ക്ലബ്ബുകളും ട്രോഫി വിൻ ചെയ്തിട്ടും നമുക്ക് ട്രോഫിയിലേക്ക് എത്താൻ കഴിയാത്തത്. സോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മീഡിയോക്കോ ഫാൻസിന് വേണ്ടിയിട്ടുള്ളതല്ല, ഡിമാൻഡിങ് ആയിട്ടുള്ള ഫാൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായി, ഒരു സക്സസ് ഉണ്ടായാലും നമുക്ക് ഈ പറഞ്ഞൊരു ഡിമാൻഡിങ് പവർ എന്ന് പറയുന്ന ഒരു സംഭവം ഫാൻസിൽ എപ്പോഴും ഉണ്ടാകണം. നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ ആ ഒരു മെൻറ്റാലിറ്റിയിൽ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. വിജയം, തോൽവി, ട്രോഫി അടിക്കുക എന്നൊക്കെ പറയുന്നത് ഫുട്ബോളിൽ അത് സംഭവിക്കേണ്ടതാണ്. പക്ഷേ ആ ഒരു മെൻറ്റാലിറ്റി കാട്ടുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മാത്രമാണ് വിശ്വസിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായും കമ്പോസ് ചെയ്യാൻ പറ്റുക.